അപ്പോൾ ഗൈസ്, നമ്മുടെ ക്യാമറാമാൻ ഒരു EV വണ്ടി വാങ്ങിയിരിക്കുകയാണ്, ടാറ്റ ടിയാഗോ. പുള്ളി ഇപ്പോൾ ഒരു ജോലിക്കാരനൊക്കെയാണ്. പുള്ളി മറ്റേ എറണാകുളത്തൊക്കെ ഇടയ്ക്ക് പോകണം, പുള്ളിയുടെ ജോലിയുടെ ആവശ്യമൊക്കെ ആയിട്ട്. അപ്പോൾ പുള്ളി ഇലക്ട്രിക് കാറ്, അതായത് നല്ല ലാഭകരമായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് ടിയാഗോ വാങ്ങിയിരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ വളരെ ഹാപ്പിയിലാണ് ടിയാഗോ. അപ്പോൾ നമ്മളെ ബ്രദറ് വാങ്ങിയ വണ്ടി കേട്ടോ, പുതിയ ഇറക്കിയ വണ്ടിയാണ്. പുള്ളിയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. പുള്ളിക്ക് 2 EV ഉണ്ട്. ഒരെണ്ണം പുള്ളി കൊടുക്കുക പറഞ്ഞപ്പോൾ പുള്ളിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മൾ EVയിലേക്ക് എത്തിയത് എന്താ അറിയോ, നമുക്ക് ഇപ്പോൾ XUV എടുത്തിട്ട് നമ്മൾ ടൗണിൽ പോക്കും വരവും, അതായത് ടൗണിൽ കറക്കൊന്നും ഡെയിലി പ്രാക്ടിക്കലല്ല. കാരണം ഒരു 1000 രൂപയ്ക്കൊക്കെ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോവുക. അപ്പോൾ നമ്മൾ ഒരു EVയിലേക്ക് എത്തി. നമ്മൾ ടൗണിൽ ഉള്ള കറക്കവും അത്യാവശ്യം ഓട്ടോ കാര്യങ്ങളൊക്കെ വെച്ചാൽ 10-200 കിലോമീറ്റർ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു 160-170 ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ സോളാറും വെക്കുന്നുണ്ട്. ഒരു 4 പാനൽ ഓഫ് ഗ്രിഡ് വെക്കാച്ചിട്ടാണ് നമ്മൾ തന്നെയായിട്ട് വെക്കുന്നത്, വേറെ ആൾക്കാർ വെപ്പിക്കുകയല്ല. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. 4 പാനലും ഒരു MPPTയും വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഇൻവെർട്ടർ ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയ സോളാർ സിസ്റ്റം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ EV ചാർജിങ് പരിപാടിയൊക്കെ നടക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ EVയിലേക്ക് എത്താൻ കാര്യം. ഇതിപ്പം കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് കിട്ടിയത് നമ്മളെ ബ്രദറിൻ്റെ അടുത്താണ്. 5000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് കാറിലേ എന്തൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹീന്ദ്ര 500 ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലേ, ഇത് ഭയങ്കര സൈലൻ്റാണ്, കൂൾ. നമ്മൾ വെച്ച പാട്ടിൻ്റെ വെച്ചാൽ നമ്മളൊരു പ്രാവശ്യം ബട്ടൺ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ന്യൂട്രലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ റിവേഴ്സിലേക്ക് ഇട്ടു, പാട്ടിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. പാട്ട് നമ്മൾ കട്ട് ചെയ്യുക. അത്യാവശ്യം നമ്മളെ ടൗണിലുള്ള കറക്കും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു വലിയ കാറ് നമ്മൾ എന്താ വെച്ചാൽ XUV ഒക്കെ നമ്മൾ എടുത്ത് കൈകാര്യം ചെയ്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെറിയൊരു കാറ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ടൗണിലെ ഉപയോഗത്തിനേ നമുക്കിപ്പോൾ വലിയ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഈ ടൗണിൽ കൂടി ബ്ലോക്കും ഒക്കെ കാര്യം നല്ല ബുദ്ധിമുട്ടാണ്. ലോങ് യാത്രയ്ക്ക് എന്തായാലും മറ്റേ വേണം. ഇപ്പോൾ ഈ ചെറിയ വണ്ടിയിലൊക്കെ പോയിക്കാൻ നമുക്ക് അതിനുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഉപയോഗങ്ങൾ വലിയ കുറച്ച് ദൂര യാത്രയ്ക്കൊക്കെ നമ്മൾ ആ വണ്ടി ഉപയോഗിക്കാം. ഇത് നമ്മളിവിടെ ടൗണിൽ തൃശ്ശൂർ പാലക്കാടൊക്കെ പോണ പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൽ പോവുക, ടൗണിലെ കാര്യങ്ങൾക്ക് എല്ലാം ഇതിൽ യാത്ര ചെയ്യാം. അതിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ വെറുതെ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് എടുത്തുകൊണ്ടാണ് കേട്ടോ. അതിന് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇതിൽ ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെയാണ്, അപ്പോൾ ചാർജ് എങ്ങനെ ചെയ്യും എന്നൊക്കെ ഒരുപാട് ഡൗട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ വളരെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നമുക്ക് EV ചാർജ് മോഡ് സ്റ്റേഷൻ എന്നൊക്കെ അടിച്ചു കൊടുത്താൽ എവിടെയൊക്കെ ചാർജ് സ്റ്റേഷൻ ഉണ്ടെന്നും ഇനി എത്ര ദൂരം ഉണ്ടെന്നും അവിടെയൊക്കെ എന്താ പറയുക ഒഴിവുണ്ടോ ഇല്ലേ, കോളം ഒഴിവുണ്ടോ എന്നോ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ മൈലേജ് ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ബെസ്റ്റാണ്. ഇത് തന്നെ ചെറിയ പൈസയേ ഉള്ളൂ, മറ്റേതൊക്കെ ഭയങ്കര റേറ്റ് ഒരുപാട് കൊടുക്കണം. ഇത് ചെറിയ വണ്ടി, ചെറിയ പൈസയ്ക്ക് ചെറിയ വണ്ടി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് നല്ല ബെസ്റ്റാണ്. എന്തായാലും ഇത് നമുക്കിപ്പോൾ ഒരാഴ്ചയായി, നമുക്കിപ്പോൾ നല്ല 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 സ്മൂത്ത് ഡ്രൈവിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇതിലാണ് നമ്മളുടെ യാത്രകൾ. ഇനിയിപ്പോൾ നമ്മളെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് പോവാണ്. അപ്പം ഇനി കുറച്ച് പല സ്ഥലങ്ങളൊക്കെ പോയിട്ട് വീഡിയോ എടുക്കണം. ക്യാമറാമാൻ്റെ കാറാണെങ്കിലും നമുക്ക് എടുത്തിട്ട് പോവാം. ഇടയ്ക്ക് ക്യാമറാമാൻ അധികം സോഫ്റ്റ്വെയറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലായിരിക്കും. അപ്പോൾ പുള്ളി പോകാത്ത സമയത്ത് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം. അങ്ങനത്തെ പദ്ധതിയൊക്കെയാണ്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ EVയുടെ. അപ്പോൾ നമ്മളെന്തായാലും പുതിയൊരു അനുഭവമാണ്. ആദ്യമായിട്ടാണ് EV എടുക്കുന്നത്. ഇനി നമ്മൾ സ്കൂട്ടർ ഇതേപോലെ EV ആക്കണം. കാരണം എന്താ വെച്ചാൽ പെട്രോളിൻ്റെ വില ഭയങ്കരമായിട്ട് കുതിച്ച് വരികയല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഇനി EVയിലെടുത്തിട്ട് നമ്മളെ രാജ്യത്തു നിന്ന് വിദേശ നാണയം പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് പമ്പിലൊന്നും കയറാതെ വീട്ടിൽ സോളാറും വെച്ച് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഇതാണ്, എവിടേക്ക് പോകുമ്പോൾ ആ ഒരു ഫീലില്ല. അതായത് പെട്രോളിൻ്റെ പൈസ ചിലവ് അങ്ങനത്തെ നല്ല ചെറിയ പൈസയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും താൽക്കാലികമായി വിടാം.